എൻ്റെ അച്ഛനും അമ്മയ്ക്കും വർഷങ്ങളോളം മക്കളില്ലായിരുന്നു. ഒടുവിൽ അവരുടെ അപേക്ഷപ്രകാരം മാമനും മാമിയും പാർവതിയെ ജനിച്ചു 3 മാസം ആയപ്പോഴേ അവളെ ദത്ത് നൽകി. 1-2 വർഷത്തിന് മൂത്തവളാണ് പാർവതി. ഞാനുണ്ടായപ്പോൾ അവൾക്കൊരു കൂട്ടായി കളിച്ചു വളർന്നു. ഞാൻ അവളെ ചേച്ചി എന്ന് വിളിച്ചില്ല എങ്കിലും മനസ്സിൽ സ്നേഹവും ആദരവും എനിക്കുണ്ടായിരുന്നു. പാർവതി എന്ന് വിളിച്ചാൽ അവൾ ഓടിയെത്തും. സ്വന്തം അച്ഛനും അമ്മയും വന്ന് വിളിച്ചാൽ അവൾ പറയും, ഇവിടെ ഉണ്ട് എൻ്റെ അച്ഛനും അമ്മയും എന്ന്. എന്നെ അതിനേക്കാൾ സ്നേഹവും ഉണ്ടായിരുന്നു. അവൾക്ക് കിട്ടുന്നതെന്തും എനിക്ക് തന്നിട്ടേ അവൾ കഴിക്കൂ. എല്ലാ വിവാഹാലോചനകളും അവൾ വേണ്ടെന്ന് വെച്ചു. അവൾ ഒരു സൂചനയും എനിക്ക് തന്നില്ല. ഒരു ദിവസം പെണ്ണ് കാണാൻ ഒരു കൂട്ടരെത്തി. ഇഷ്ടപ്പെട്ടില്ലെന്ന് മടക്കി അയച്ചു. എൻ്റെ അച്ഛൻ ചോദിച്ചു, പാർവതി മോളെ, ഈ പയ്യന് എന്താണൊരു കുഴപ്പം? എപ്പോഴും പറയുന്നത് പോലെ അവൾ പറഞ്ഞു, എനിക്ക് കിട്ടാൻ പ്രായമായിട്ടില്ല അച്ഛാ. ഇവിടെ കാഴ്ച ബംഗ്ലാവല്ലല്ലോ എല്ലാവരും എന്നെ കാണാൻ വരണത്. അത് വേണ്ട അച്ഛാ. എൻ്റെ അച്ഛന് ഞാൻ ഇവിടെ നിൽക്കുന്നത് അസൂയയാണ്. അതുകൊണ്ടാണ് അപ്പോൾ ഓരോ കൂട്ടരെ കൊണ്ടുവന്ന് പെണ്ണ് കാണിക്കാൻ വരണത്. അച്ഛൻ പറയണം വേണ്ടാന്ന്. ശരി മോളെ, എൻ്റെ അച്ഛൻ പറഞ്ഞു. അന്ന് ഒരു ദിവസം അവളുടെ അച്ഛൻ എൻ്റെ അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടു. എടാ കണ്ണാ, ഇവൾ മറ്റാരെയെങ്കിലും പ്രേമിച്ചോ മറ്റോ നടക്കുവാണോ? അങ്ങനെ ആയിരിക്കുമല്ലോടാ മുരളി, നീ സംശയിക്കണ്ട. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അച്ഛൻ പറഞ്ഞു. എടാ, അവിടെ അമ്പലത്തിൽ 6:30 അവൾ പോകുന്നുണ്ട്. നമ്മുടെ ജാതിക്കാരനായാൽ മതിയായിരുന്നു. അവിടെ കുറച്ചവന്മാർ വായും പൊളിച്ചിരിപ്പുണ്ട്. അവൾ ആര് ചിരിച്ചാലും ഇളിച്ചോണ്ട് നടക്കും. നിനക്ക് പിള്ള പിറന്നപ്പം വിളിച്ചോണ്ട് പോണമായിരുന്നു. ഇപ്പം അവൾ വരണ കോള് കാണണില്ല. നീ പോ അളിയാ, അവൾ എൻ്റെ മോളാണ്. എൻ്റെ മകനും മകളും എന്ന രീതിയിലാണ് ഞങ്ങൾ അവരെ നോക്കണതേ, കേട്ടോ? അല്ലടാ, കല്യാണ പ്രായം കഴിഞ്ഞിട്ടും കല്യാണം വേണ്ടാന്ന് നടക്കുകയല്ലേ? എനിക്ക് സങ്കടം ഉണ്ടടാ. എനിക്ക് പിന്നെ ഇല്ലേ സങ്കടം എന്ന് അച്ഛനും പറഞ്ഞു. ഞാൻ പത്രം വായിച്ചുകൊണ്ടിരുന്നു. ഇവരുടെ വർത്തമാനം കേട്ടു. എനിക്കും പാവം തോന്നി. എല്ലാവരും പാർവതിയെ ഇവിടെ നിന്ന് കെട്ടിക്കാൻ പരിപാടികളിട്ടു. അവൾ എൻ്റെ കൂടെ ഓരോന്ന് പറഞ്ഞു നടന്നു. എനിക്കെന്നും എല്ലാവരെക്കാളും അവളോട് ഇഷ്ടം തോന്നിയിരുന്നു. ഞാനെന്ത് മണ്ടത്തരം പറഞ്ഞാലും അതിലൊരു ശരി അവൾ കാണും. ആരോടും എനിക്ക് വേണ്ടി തർക്കിക്കും. എനിക്ക് എപ്പോഴും ഒരു സുഹൃത്തിലുപരി ഒരു സഹോദരിയായിട്ടേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ക്ഷമ നശിച്ച മണികണ്ഠൻ ചോദിച്ചു, പിന്നെ അച്ഛൻ ആ അമ്മയെ കെട്ടാത്തതെന്താ? ഞാൻ പറഞ്ഞില്ലേ, അവൾ എന്നെ മനസ്സിൽ പ്രേമിച്ച് നടന്നു, ഞാനറിയാതെ. അച്ഛൻ ആ അമ്മയെ കെട്ടാതിരുന്നത് തെറ്റായിപ്പോയി. എന്താണ്? അച്ഛൻ്റെ പേര് ദിവാകരൻ. ഭാര്യ പാർവതി ആയിരുന്നെങ്കിൽ നന്നായേനെ. പാർവതി ദിവാകരൻ, പേരിലും എന്ത് പൊരുത്തം. എപ്പോഴും ചിരിയോടെ നിന്ന പാർവതി എൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം സ്വന്തം വീട്ടിലേക്ക് പോയി. കല്യാണത്തിന് വരാമെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച കല്യാണമായിരുന്നു. സന്തോഷവതിയായി കല്യാണത്തിന് പങ്കുകൊണ്ടു. അവൾക്കും വിവാഹം നിശ്ചയിച്ചു. അതും അവൾ തന്നെ എന്നോട് പറഞ്ഞു. മോഹിനിയെയും എന്നെയും ചേർത്ത് നിർത്തി അവൾ പറഞ്ഞു, ശിവനും പാർവതിയും പോലുണ്ട്. കുറച്ച് മുല്ലപ്പൂവ് മോഹിനിക്ക് ചൂടിക്കൊടുത്തു. ഇരുട്ട് മുമ്പേ അവരെല്ലാവരും മടങ്ങിപ്പോവുകയും ചെയ്തു. ആഴ്ചകൾ പലത് കഴിഞ്ഞു. മാമൻ വീട്ടിലേക്ക് വെപ്രാളത്തോടെ ഓടി വന്നെത്തി. പാർവതി തളർന്നു വീണു. ആശുപത്രിയിലാക്കിയിരിക്കുകയാണെന്ന്. എല്ലാവരും കാണാൻ പോയി. കൂട്ടത്തിൽ ഞാനും പോയി. 2 മാസമേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ വിവാഹത്തിന്. ആഹാരം ഇറങ്ങുന്നില്ല. വെള്ളം കുറച്ചു കുടിച്ചു മനഃപൂർവ്വം രോഗം വരുത്തിയതെന്ന് മാമി പറഞ്ഞു കരഞ്ഞു. ശരിക്കും ഒരു ഭക്ഷണവും കഴിക്കാതെ കുടലുണങ്ങി എൻ്റെ മോള് മരിച്ചു എന്ന് പറഞ്ഞ് അവർ കരയുന്നുണ്ടായിരുന്നു. എന്താണെന്ന് ആർക്കും ഒന്നും മനസ്സിലായില്ല. മരണശേഷം സ്നേഹമുള്ള പയ്യൻ അവൾക്ക് സിന്ദൂരം ചാർത്തി താലി കെട്ടി മാലയും ഇട്ടു. ആ കാഴ്ച എല്ലാവരിലും കണ്ണീർ വരുത്തി. എൻ്റെ മനസ്സ് വേദന കൊണ്ട് പുളഞ്ഞു. നമ്മൾ ഒന്ന് മനസ്സിൽ വച്ചാൽ ആര് വായിച്ചെടുക്കും? നമ്മൾ ദൈവങ്ങളല്ലല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ജീവിതത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ ഒരു വ്യക്തി ഉചിതമെന്ന് തോന്നിയാൽ പറയണം. പുറത്തിറങ്ങിയാൽ മറ്റുള്ളവർ എന്തും വിചാരിച്ചോട്ടെ. ചിലപ്പോൾ ഇഷ്ടമില്ല എന്നവൾ പറയുമായിരിക്കും. സാരമില്ല. ഇതുപോലെ ധാരാളം വ്യക്തികൾ മാന്യത ആലോചിച്ച് മനസ്സിലുള്ള വ്യക്തിയെ പറയാൻ മടിക്കും. അത് നല്ലതല്ല, ദിവാകരൻ പറഞ്ഞു. അതാണ് എനിക്കും സംഭവിച്ചത് മോനെ.